ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് 3 ട്രേഡ് ഉണ്ടായിട്ടുള്ളൂ. ഫ്രീ ഗ്രൂപ്പിൽ 2 ട്രേഡ്, പെയ്ഡ് ഗ്രൂപ്പിൽ 1 ട്രേഡ്. നമ്മളൊന്ന് പറയുന്നത് ട്രേഡിൻ്റെ കാര്യങ്ങൾ മാത്രം പറയാനല്ല, എങ്ങനെയാണ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ട് ഒരു ട്രേഡ് എടുക്കേണ്ടത്. അതായത് സ്പോട്ടിൽ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും നോക്കിയിട്ട് സ്ട്രൈക്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇതിൻ്റെ ഫ്രീ ഗ്രൂപ്പാണ്. ഇത് നിങ്ങൾക്ക് കാണാം. ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിൽ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 സംഭവം നോക്കിയിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്. നമ്മുടെ ട്രേഡിംഗ് ഒക്കെ വരുന്നത് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റി പ്രീമിയം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ കോൺസെൻട്രേഷൻ ഫുൾ നിഫ്റ്റിയിലാണ്. 16-ാം തീയതിയാണ് ഡേറ്റ്. നിഫ്റ്റി ലെവൽസാണ് ഇത്. സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും മുകളിൽ നിൽക്കുന്ന നേരത്തെ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മനസ്സിലായില്ലേ? ഇന്ന് ഫുള്ള് നമുക്ക് കാണാം, ഒരു റെസിസ്റ്റൻസിൻ്റെ അടിയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യണം, ഇനിയിപ്പോൾ റെസിസ്റ്റൻസിൻ്റെ അടിയിലേക്ക് വന്നാൽ എങ്ങനെ ട്രേഡ് ചെയ്യണം, അതാണ് കണ്ടീഷൻ. പക്ഷേ ഇതൊക്കെ ചെയ്യണത് നമ്മൾ സ്ട്രൈക്കിലാണ് കേട്ടോ. നമ്മൾ സ്പോട്ട് ചാർട്ടിൻ്റെ എൻട്രീസ് അല്ല ഞാൻ ഈ വീഡിയോസിൽ പറയണത്. സ്പോട്ട് ചാർട്ട് ഉപയോഗിച്ചിട്ട് സ്ട്രൈക്കിൽ എങ്ങനെ എൻട്രി എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻട്രികൾ നോക്കി നോക്കാം. അതായത് സ്ട്രൈക്കിൽ ഏതൊക്കെ എൻട്രികളാണ് കിട്ടിയതെന്ന് നോക്കി നോക്കാം. പിന്നെ അത് എങ്ങനെയാണ് ഇതിൽ ആക്ട് ആയിക്കണമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ സ്ട്രൈക്കുകൾ നമുക്ക് കാണാം. ഞാൻ രാവിലെ ട്രിക്ക് കൊടുത്താണ് 23,200 പി, 23,200 സി, 48,800 പി, 48,800 സി, ഇത്രയും കൊടുത്ത്. ബാങ്ക് നിഫ്റ്റി നമുക്ക് ട്രേഡ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റി പറയണല്ലേ. നമുക്ക് നിഫ്റ്റിയാണ് ട്രേഡ് വന്നതാണത്. അപ്പോൾ 23,200 സിയിലാണ് നമുക്ക് ട്രേഡ് വന്നതാണ്. പക്ഷേ രാവിലെ നമുക്കറിയാമല്ലോ, ഇന്ന് 150 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രൈക്കിൻ്റെ വാല്യൂം അത്രയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് സെപ്പറേറ്റ് 2-3 വിലയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 23,200 സി ആയിരുന്നു നമുക്ക് ട്രേഡ് വന്നത്. അതിൻ്റെ 2 വിലകൾ 111, 45, 135 ആണ് 2 വിലകൾ വന്നത്. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയത് 135-ലാണ്. മനസ്സിലായിട്ട് ഞാൻ 135 ലെവൽ കൊടുത്തത് 9:16-നാണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 9:16-നാണ് ഞാൻ 135 ലെവൽ കൊടുത്തത്. മാർക്കറ്റ് തുടങ്ങി 1 മിനിറ്റ് കഴിഞ്ഞിട്ട് 111-ൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. 111-ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈയിലാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അത് എടുക്കാൻ പറ്റില്ല. പിന്നെയാണ് 135-ൽ ആക്റ്റീവ് ആയത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് 135. ഇതാണ് ഞാൻ പറഞ്ഞ ആക്റ്റീവ് ആയെന്ന്. ഇവിടെ 9:29-നാണ് ഈ പ്രൈസ് ആക്റ്റീവ് ആയിക്കണത്. 9:29-ന് 135-ൽ. അപ്പോൾ അതിലേക്ക് പോയി നോക്കി നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിലത്തെയും ഫ്രീ ഗ്രൂപ്പിലത്തെയും ഒക്കെ ട്രേഡുകളാണ്. ഇത്രയും സ്ട്രൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ആകെ ഒരു ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അധികം കുറവായിരുന്നു. ഇന്ന് ട്രേഡിങ്ങിന് ഇരുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അപ്പോൾ 23,200 സി ഈ സ്ട്രൈക്കിലാണ് നമുക്ക് ട്രേഡ് വന്നേക്കണത്. നമ്മൾ നോക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 182 കൊടുത്തിട്ടുണ്ടായിരുന്നു, 114, 111 അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രേഡ് വന്നായിരുന്നു 135-ലാണ്. ബയേഴ്സ് മുകളിൽ ക്ലോസ് ചെയ്തു. ഈ ഗ്രീൻ ക്യാനിൽ ബയേഴ്സ് ക്ലോസിങ് ആണ്. അത് ഫസ്റ്റ് മിനിറ്റ് ക്യാനിൽ തന്നെയാണ്, മുകളിലാണ് ക്ലോസ് ചെയ്തത്. പിന്നെ സെല്ലേഴ്സ് അടിയിലേക്ക് വന്ന് റിജക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രേഡ് അവിടെ ഇല്ല. പിന്നെ ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു ഒരു 9:22. പിന്നെ സെല്ലേഴ്സ് 9:23 അടിയിൽ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ്. അപ്പോൾ പിന്നെയും ട്രേഡ് ഇല്ല. പിന്നെ ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്ത് നോക്കുക, 9:27-നാണ് ബയേഴ്സ് ക്ലോസ് ചെയ്തത്. 9:28-ന് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഈ സെല്ലേഴ്സ് ക്യാനിൽ നോക്കുക, നിങ്ങൾ കണ്ടില്ലേ? കറക്റ്റ് ലിമിറ്റിലാണ് ഈ ട്രേഡ് എക്സിക്യൂട്ട് ആയിക്കുന്നത് എല്ലാവർക്കും. അതായത് അടുത്ത ക്യാൻഡിൽ തന്നെ എല്ലാവർക്കും ലിമിറ്റിൽ കിട്ടും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബോഡി ക്ലോസ് ആണ് ഞാൻ ഇമ്പോർട്ടൻറ്റ്. ഇതിലത്തെ ബോഡി ക്ലോസ് നിങ്ങൾ നോക്കുക, ഇവിടെയാണ് വന്നത്. നമ്മുടെ ലെവലിൻ്റെ മുകളിലാണ് ബോഡി ക്ലോസ് വന്നത്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാം. എല്ലാവർക്കും ലിമിറ്റിൽ കിട്ടും ഈ ട്രേഡ്. അങ്ങനെയാണ് ഈ ട്രേഡ് എക്സിക്യൂട്ട് ആയിക്കണത്. ഇതേ സംഭവം നമ്മൾ നിഫ്റ്റിയിൽ നോക്കുക, സി സൈഡിലേക്കാണ് നമ്മൾ ഈ എൻട്രി എടുത്തേക്കുന്നത്. അപ്പോൾ നിഫ്റ്റി സ്പോട്ടിൽ എന്താ സംഭവിച്ചത് നോക്കുക. സ്പോട്ടിൽ ബയേഴ്സ് മുകളിൽ ലോസ് ചെയ്തു, സെല്ലേഴ്സ് അടിയിൽ ലോസ്. ഇതേ സിനാരിയോ തന്നെ അവിടെ എന്ത് കണ്ടു അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. 9:27-ന് ബയേഴ്സ് ലോസ് ചെയ്തു, 9:28-ന് സെല്ലേഴ്സ് ആ ലെവലിൻ്റെ മുകളിൽ ലോസ് ചെയ്തു. അടുത്ത ക്യാൻ ലിമിറ്റിൽ എല്ലാവരും കിട്ടും. പിന്നെ ഒരു പുഷാണ് മുകളിലേക്ക്. അപ്പോൾ അതാണ് ആ ലെവലിൻ്റെ പ്രത്യേകത. ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സി വന്നപ്പോൾ അവിടെ എങ്ങനെ ട്രേഡ് എടുക്കണം. ഞാൻ നിഫ്റ്റി ഈ സ്പോട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്ന ആളല്ല. ഓക്കെ, അത് കുറച്ച് മനസ്സിലാക്കുക. നമ്മൾ സ്പോട്ടിൽ ലൈൻസ് വരയ്ക്കുന്നുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട്. സ്ട്രൈക്കിലും ലൈൻസ് വരയ്ക്കുന്നുണ്ട്, സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി മാച്ച് ആകുമ്പോൾ നമുക്ക് ട്രേഡ് കിട്ടണത്. മനസ്സിലായില്ലേ? അങ്ങനെ ട്രേഡ് എടുക്കാം. അപ്പോൾ ഈ ട്രേഡ് സ്പോട്ടിലും വന്നിട്ടുണ്ട്. സ്പോട്ടിലും വന്ന ട്രേഡാണ്. കറക്റ്റ് 9:28-ന് സ്പോട്ടിലും ഈ ട്രേഡ് ആക്ടിവേറ്റ് ആണ്. ഇനി നമുക്ക് ആ സ്ട്രൈക്കിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇതാണ് സ്ട്രൈക്ക്. നേരത്തെ പറഞ്ഞ തന്നെയാണ്. നമുക്ക് കറക്റ്റ് ലിമിറ്റ് ഓർഡറിന് കിട്ടുന്ന സ്ട്രൈക്കാണിത്. ഇതൊരു 15 പോയിൻറ്റ് 15 രൂപയുടെ മൂവ്മെൻറ്റ് ഈ സ്ട്രൈക്കിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ 1:1 ഈസിയായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? നമ്മുടെ കണ്ടീഷൻ ഓർക്കുക നിങ്ങൾ. ബയേഴ്സ് ലോസ്, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. സെല്ലേഴ്സ് റിജക്ഷൻ അവിടെ വന്നേക്കണത് ഈ ഒരു ക്യാൻഡിലാണ് വന്നേക്കണത്. 9:28-ൻ്റെ ക്യാൻഡിലാണ് സെല്ലേഴ്സ് റിജക്ഷൻ വന്നേക്കണത്.
അപ്പോൾ അവിടെ നമുക്ക് മേടിക്കാം, മനസ്സിലായില്ലേ? സെല്ലേഴ്സ് റിജക്ഷൻ വന്നാൽ മേടിക്കാം. അതുകൊണ്ടാണ് നമുക്ക് ഈ പുഷ് കിട്ടിയത്. ഇതേ സംഭവം സ്പോട്ടിൽ നടന്നിട്ടുണ്ട്. ആ സ്പോട്ടിലും ആ ട്രേഡ് അവിടെ ട്രേഡ് എടുത്തവർക്ക് ആ ടൈമിൽ ട്രേഡ് എടുത്തവർക്ക് അവരും പ്രോഫിറ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന സെക്കൻഡ് ട്രേഡിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രേഡ് 23,350 PE കിട്ടിയത്. PE ആണ് കേട്ടോ. ഇത്ര നേരം അത് 9.40 ഞാൻ കൊടുത്തത്. ഇത്ര നേരം CA ആയിരുന്നു. പിന്നെ PEയിലേക്ക് മാർക്കറ്റ് വന്നു. അപ്പോൾ നമ്മൾ സ്പോട്ടിലും PEയിലേക്ക് വന്നു, സ്ട്രൈക്കിലും PEയിലേക്ക് വന്നു. നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി, നമ്മൾ ട്രേഡ് എടുത്തു, മനസ്സിലായില്ലേ? അല്ലാണ്ട് CE മാത്രം പിടിച്ചിരിക്കുന്ന പരിപാടി ഇല്ല. നമുക്ക് മാർക്കറ്റ് ഏത് ഓപ്പർച്യൂണിറ്റിയാണ് തരുന്ന ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ. അപ്പോൾ 23,350 PE. നമുക്ക് ആദ്യം ഇത് സ്പോട്ടിൽ നോക്കി, അല്ല നമുക്ക് ആദ്യം ഇത് സ്ട്രൈക്കിൽ നോക്കി വെക്കാം, എന്നിട്ട് സ്പോട്ടിലേക്ക് പോകാം. 23,350 PE. അപ്പോൾ ഇതാണ് ആ ട്രേഡ് 23,350 PE. ഇവിടെ ബൈയേഴ്സ് ക്ലോസ് ചെയ്തു. ബൈയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. ലിമിറ്റ് ഓറിന് ഈ ട്രേഡ് കിട്ടും. ഇത് അഗൈൻ PE സൈഡിലേക്കാണ്, നേരത്തെ CE സൈഡാണ്. ഈ ട്രേഡ് ഒരു 45 പോയിന്റോളം പ്രോഫിറ്റ് വന്നിട്ടുള്ള ട്രേഡാണ്. ബൈയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. പിന്നെ അടുത്തതിൽ ലിമിറ്റിൽ എല്ലാവരും കിട്ടും, ട്രേഡ് എല്ലാവരും കിട്ടും. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ട്രേഡിങ് സെറ്റപ്പ് വന്നതാണത്, മനസ്സിലായില്ലേ? ലിമിറ്റിൽ എല്ലാവരും കിട്ടും, ഈസി പ്രോഫിറ്റ് ആണത്, നമുക്ക് കാണാം അവിടെ. പിന്നെ ഈ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം നിന്നെന്ന് നിങ്ങൾ നോക്കുക. 9.40 ആക്ടിവേറ്റ് ആയ ട്രേഡാണ്. നമുക്കൊരു 11, നമുക്കൊരു 1:30 ആകുമ്പോഴാണ് ഈ ട്രേഡ് SLലേക്ക് വരുന്നത്. SLലേക്ക് വരുന്നത് 1:30 ആകുമ്പോഴാണ്. നമുക്ക് 10 മണിക്കുള്ളിൽ കിട്ടിയ ട്രേഡാണിത്. SLലേക്ക് വരുന്നത് 1:30 ആകുമ്പോഴാണ്. നിങ്ങൾ എക്സ്പീരി ഡേയ്സിലാണ് ഇങ്ങനത്തെ ഓരോ ട്രേഡുകൾ നിങ്ങൾ കാണുന്നത് എന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. 10 മണിക്ക് നമ്മൾ എടുത്ത ട്രേഡാണ്, 10 മണിക്കുള്ളിൽ എടുത്ത ട്രേഡാണ്. നമുക്ക് SLലേക്ക് വരുന്നത് 1:30ക്കാണ്. അപ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് അത്. അപ്പോൾ അത്രയും നേരം ഇത്രയും TTDക്കുള്ള മാർക്കറ്റിൽ നമ്മൾ ഒരു 1:30 വരെയും ഈ ഒരു 10 പോയിന്റ് നമുക്ക് പ്രൊട്ടക്റ്റ് ആയി നിന്നെങ്കിൽ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലാണ് എൻട്രി വന്നേക്കുന്നത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക കറക്റ്റായിട്ട്. ഇനി ഇതേ സംഭവം നമുക്ക് സ്പോട്ടിൽ എന്തുണ്ടായിരിക്കണം നോക്കി നോക്കാം. നമ്മൾ CE സ്ട്രൈക്ക് എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ അവിടെ എടുത്തു, മനസ്സിലായില്ലേ? ഇനി PE സൈഡാണ്. നമുക്ക് 9.41 സ്ട്രൈക്കിൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആകുന്നത്. നമുക്ക് 9.41 ക്യാൻഡിൽ എവിടെയാണെന്ന് നോക്കുക. ഇതാണ് 9.41 ക്യാൻഡിൽ, നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പക്ഷേ സ്പോട്ടിൽ എൻ്റെ ട്രേഡ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് വരിക. 9.39 ക്യാൻഡിലാണ് നിങ്ങൾക്ക് സ്പോട്ടിൽ ട്രേഡ് വരിക. സ്പോട്ടിൽ നേരത്തെ വന്നിട്ടുണ്ട് ഈ ട്രേഡ്. അതായത് ഒരു റെസിസ്റ്റൻസിനെ നിഫ്റ്റി ബ്രേക്ക് ചെയ്തു, പിന്നെ ഒരു ബൈയേഴ്സിൻ്റെ റിജക്ഷൻ, ബൈയേഴ്സ് റിജക്ഷൻ വന്നു, പിന്നെ ട്രേഡ് എടുക്കാം, മനസ്സിലായില്ലേ? അതാണ് സ്പോട്ടിൽ വന്ന ട്രേഡ്. ഈ ട്രേഡ് സ്പോട്ടിൽ നേരത്തെ വന്നു. സ്ട്രൈക്കിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആക്റ്റീവ് ആയിക്കുന്നത്. സ്ട്രൈക്കിൽ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ആക്റ്റീവ് ആയിക്കണത്. സ്ട്രൈക്കിൽ ആക്റ്റീവ് ആകുമ്പോൾ ഇതേ ബൈയേഴ്സ് റിജക്ഷൻ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ ബൈയേഴ്സ് റിജക്ഷൻ നിങ്ങൾ നോക്കുക, എവിടെയാണ് വന്നത്? 9.41. ഇതേ ബൈയേഴ്സ് റിജക്ഷനാണ് PEയിലേക്ക് സെല്ലേഴ്സ് റിജക്ഷനായിട്ട് സ്ട്രൈക്കിൽ വന്നേക്കണത്. അവിടെ നിന്നാണ് ആ ട്രേഡ് അത്രയും പോയിന്റ് പോയിക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് സ്പോട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കേണ്ടത്. സ്പോട്ടിൽ നമ്മളിവിടെ ഒരു ബൈയേഴ്സ് റിജക്ഷൻ ഇവിടെ കിട്ടി, പക്ഷേ സ്ട്രൈക്ക് നോക്കുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ അല്ല. എന്താണെന്ന് വെച്ചാൽ ആ ടൈമിൽ സ്ട്രൈക്കിൽ ഇങ്ങനത്തെ ഒരു മൊമെൻ്റ് ഇല്ല. സ്ട്രൈക്കും കൂടിയും വരണം. നമുക്ക് സ്ട്രൈക്കിലാണ് ബൈയിങ് സെല്ലിങ് നടക്കുന്നത് ഓപ്ഷൻസിൽ. അപ്പോൾ സ്ട്രൈക്കിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ നിങ്ങൾ സ്പോട്ട് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്പോട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇവിടെ കിട്ടി. നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇത് ട്രാപ്പ് ആവാം. നമുക്ക് സ്ട്രൈക്കിൽ അത് അവിടെ വന്നിട്ടില്ല. സ്ട്രൈക്കിലും കൂടിയും കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം. സ്പോട്ട് അനുകൂലമായി, സ്ട്രൈക്ക് അനുകൂലമായി. അങ്ങനെ സെറ്റപ്പിൽ നിങ്ങൾക്ക് 100% ക്വാണ്ടിറ്റി ഇട്ടിട്ട് ട്രേഡ് എടുക്കാം, മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ഒരു സെറ്റപ്പ്. ഈ ട്രേഡ് ഒരു 45 പോയിൻറ്റിൻ്റെ പ്രോഫിറ്റാണ് ഈ ട്രേഡിൽ വന്നേക്കണത്. 46 പോയിൻറ്റ് പ്രോഫിറ്റ് വന്നേക്കണത്. ഫുൾ ടാർഗറ്റ് അല്ല, 46 പോയിൻറ്റ് കാര്യം പറയണുള്ളൂ ഞാൻ. അപ്പോൾ ഈ 2 ട്രേഡാണ് നമുക്ക് ഫ്രീയിലുണ്ടായിരുന്നത്. പിന്നെ പേരിലുണ്ടായിരുന്ന ഒരൊറ്റ ട്രേഡാണ്, അത് ലാസ്റ്റ് ഒരു 2 മണിക്കാണ് വന്നത്. അത് 1:1 കിട്ടിയിട്ട് SLലേക്ക് വരെ ചെയ്തത്. പക്ഷേ അതൊരു SL അല്ല, 1:1 ഉണ്ട്. എല്ലാവരും അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ പേഡ് ഗ്രൂപ്പ്, നിങ്ങൾക്ക് കാണാം. നമുക്ക് കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേ സ്ട്രൈക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആക്റ്റീവ് ആയിക്കുന്നത് ആകെ ഒരെണ്ണമാണ്, മനസ്സിലായില്ലേ? അത് നമുക്ക് ഒരു 1.25 ഇത് ആക്റ്റീവ് ആയിക്കണത്. 21,250 CE. അത് പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 59.40 രൂപ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിക്കണത്. പക്ഷെ അത് 1.25 ആയി. 1.25 കഴിഞ്ഞ് 1.54 ആക്ടിവേറ്റ് ആയിക്കണത്. പിന്നെ അത് 1:1 ആയി. പിന്നെ അത് അടിയിലേക്ക് SLലേക്ക് വരികയായിരുന്നു അത്. അപ്പോൾ എടുത്തവരൊക്കെ ഉണ്ട്, നല്ല പ്രോഫിറ്റ് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ട്രേഡിങ് ഗൈസ്. അതിനും മാത്രം പ്രോഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇന്ന് SLകളില്ല. മെയിനായിട്ട് പറയാനുള്ള കാര്യം, കഴിഞ്ഞ 2 ദിവസമായിട്ട് SL ഹണ്ടിങ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് SLകളില്ല. എല്ലാവർക്കും മിനിമം, ഞാൻ പറയുന്നത് മിനിമം 1:1 എല്ലാ ട്രേഡിലും എല്ലാവർക്കും കിട്ടും. എല്ലാതും ലിമിറ്റ് ഓർഡറിൽ നിന്ന് എല്ലാവരും കിട്ടും. ഒരു ഡിമാൻഡ് നോക്കണ്ട, എല്ലാവർക്കും ലിമിറ്റിൽ നിന്നാണ് കിട്ടിയേക്കണത്.
ഞാൻ ഏത് പ്രൈസിനാണ് പറഞ്ഞ ആ പ്രൈസിന് എല്ലാവരും കിട്ടിയിട്ടുണ്ടെന്ന്. ഇന്ന് SLകൾ ഇല്ലാത്ത ദിവസമാണ്. പിന്നെ ഒരു ട്രേഡ് 45 പോയിന്റോളം പോയിട്ടുമുണ്ട്. അപ്പോൾ നല്ല ട്രേഡിങ് ദിവസം തന്നെയായിരുന്നു. 3 ട്രേഡ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നല്ല ട്രേഡിങ് ദിവസം തന്നെയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഒരു ലൈക്ക് ചെയ്ത് വയ്ക്കുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിന് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ Instagram ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.